ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഞാൻ ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ഇത്രയും പേരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കുറച്ച് തിരക്കായി പോകുന്നത് കൊണ്ടാണ് വീഡിയോ ഡിലേ ആയിട്ട് വരുന്നത്. കാരണം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ തിരക്കായി പോകും. അതാണ് വീഡിയോ ഡിലേ ആയിരുന്നതിൻ്റെ കാരണം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുകയാണ്. അധികം മെമ്പേഴ്സൊന്നും ഇല്ല, എനിക്കറിയാം. ഞാനൊരു സ്റ്റാർട്ടറാണ്. കുറേ എന്താ പറയുക, വലിയ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ എന്തോ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഷെയർ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ പുതിയ പുതിയ കണ്ടൻറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഡിസംബർ തൊട്ട് ഈ ജനുവരി ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വളരെ ബെസ്റ്റായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളെ കാണിച്ചിട്ട്, മറ്റൊന്നല്ല സ്കിൻ കെയർ പ്രൊഡക്ട്സ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു സ്കിൻ കെയർ പ്രൊഡക്ട്സുകളാണ് ഞാൻ കാണിച്ചത് എന്ന്. അപ്പോൾ ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡിസംബറിൽ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ജ്യൂസി കെമിസ്ട്രിയുടെ ഓർഗാനിക് ബൾഗാരിയൻ റോസ് വാട്ടർ. ഇത് നിങ്ങൾക്ക് വളരെ പരിചയം കാണും. ആഹാനകൃഷ്ണയുടെ ചാനൽ കാണുന്നവർക്ക് ഈ റോസ് വാട്ടർ കണ്ടിട്ടുണ്ടാകും, ഈ ബ്ലൂ ബോട്ടിലും കണ്ടിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ അധികം വ്ളോഗേഴ്സ് പറയുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുന്ന ആളല്ല. കാരണം മിക്കപ്പോഴും വ്ളോഗേഴ്സ് ചെയ്യുന്നത് അവർ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആവണമെന്നില്ല. പിന്നെ മറ്റൊരാളുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമുക്ക് സ്യൂട്ട് ആവണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. പിന്നെ ഇതൊരു റോസ് വാട്ടർ ആയതുകൊണ്ടും ഒന്ന് വാങ്ങി നോക്കിയേക്കാം എന്ന് കരുതി വാങ്ങിയതാണ്. പക്ഷേ ഇത് നല്ല വൃത്തിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇവിടുന്ന് ഇത് ഓൺലൈൻ വഴിയാണ് ചെയ്തത്. നാട്ടിൽ എനിക്കറിയില്ല ഇത് ജ്യൂസി കെമിസ്ട്രിയുടെ ഒരു എന്തെങ്കിലും സ്റ്റോർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ഓൺലൈൻ വാങ്ങി. എനിക്ക് ന്യൂസിലാൻഡിൽ നിന്നാണ് ഇത് വന്നത്. ഞാൻ ചെയ്തിട്ട് എനിക്കൊന്ന് 2 വീക്സിനുള്ളിൽ അവർ അയച്ചു തന്നു, വേഗം തന്നെ കിട്ടി. പിന്നെ പ്രൊഡക്ട്സിന് നമ്മൾ പൈസ, നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിന് എനിക്കൊന്ന് $33 എങ്ങാണ്ടായിരുന്നു ഈ ബോട്ടിലിന്. പിന്നെ എക്സ്ട്രാ ഞാൻ ഷിപ്പിംഗ് ചാർജും കൂടെ കൊടുത്തു. പക്ഷേ ഉണ്ടല്ലോ, ഇത് ആഹാന പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്കിൻ ടോണറാണ്. അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടോണർ സ്പ്രേ ചെയ്ത് മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല ഒരു വിസിബിൾ ചേഞ്ചസ് കാണും. പിന്നെ ഇവർ ബ്രൈറ്റനിങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഇവർ പറയുന്നുണ്ട്. ഇത് അതെനിക്കറിയില്ല. പക്ഷേ സ്കിൻ ടോണേഴ്സ് എപ്പോഴും നമ്മുടെ റോസ് വാട്ടർ, ഈ ബുൾഗാരിയൻ ആണെന്ന് തോന്നുന്നു, ബുൾഗാരിയൻ റോസ് എന്ന് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ബുൾഗാരിയൻ റോസ്. കാരണം ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റോസാണ് ബുൾഗാരിയൻ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് അതുകൊണ്ട് വൃത്തിയായിട്ട് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് തന്നെയാണ് വാങ്ങിയത്. അത് വളരെ നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങി ട്രൈ ചെയ്യണമെങ്കിൽ ഇത് വാങ്ങി ട്രൈ ചെയ്തോളൂ, ബുൾഗാരിയൻ റോസ് വാട്ടർ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, സോറി എനിക്ക് പനി ആയതുകൊണ്ടാണ്, സെറ്റാഫിലിൻ്റെ ഒപ്റ്റിമൽ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഹെൽത്തി ഗ്ലോ ഡെയിലി ക്രീമാണ്. ഇത് ഹൈഡ്രോ സെൻസിറ്റീവ് കോംപ്ലെക്സ് ആൻഡ് ഹൈലോറിനിക് ആസിഡ് എന്ന് എഴുതി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർക്കും അല്ലാത്ത നോർമൽ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഡേ ക്രീമാണിത്. പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രീം എന്ന് പറയാം. ഇതിൻ്റെ കണ്ടോ, ഇതാണ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു ക്രീമാണ്. അത് മാത്രമല്ല ഒരു നന്നായിട്ട് ഇത് മോയ്സ്ചർ, എനിക്കൊന്നൊരു 24 hours തന്നെ ഇതിന് മോയ്സ്ചർ നിലനിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് കുറേ ദിവസമല്ല മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു സ്കിൻ, എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ഡ്രൈ സ്കിൻ, എൻ്റെ നോർമൽ സ്കിന്നാണ്. ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ വെതർ കൊണ്ടായിരിക്കും എനിക്ക് ഡ്രൈ സ്കിന്നായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ നാൾ നോക്കി കുറേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. പക്ഷേ അതൊന്നും എനിക്കൊരു വിസിബിൾ റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ സെറ്റാഫിലിൻ്റെ ഇത് ഞാനിതെന്തോ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് ഇവിടുത്തെ കെമിസ്റ്റ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫാർമസിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇതും എനിക്ക് തോന്നുന്നു ഒരു $30-something. ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ടുള്ള പ്രൈസ്. ആർക്കെങ്കിലും പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കമൻറ്റ് ചെയ്യാം. പക്ഷേ ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നാട്ടിൽ എനിക്ക് ഒന്ന് കിട്ടും. ഇപ്പോൾ സെറ്റാഫിലിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് നാട്ടിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങി
യൂസ് ചെയ്യണമെങ്കിൽ അത് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പിന്നെ അല്ല നോർമൽ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ പോലും നല്ലൊരു മോയ്സ്ചറൈസിങ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങി യൂസ് ചെയ്യാം. സെറ്റാഫിലിൻ്റെ ഒപ്റ്റിമൽ ഹൈഡ്രേഷൻ ഹെൽത്തി ഗ്ലോ ഡെയിലി ക്രീം. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് സൺസ്ക്രീനും കൂടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഡോട്ട് ആൻഡ് കീയുടെ ഇതിവിടെ എനിക്ക് കിട്ടിയില്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിയതാണ്. ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇത് വളരെ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. കാരണം ഇത് ടിൻറ്റഡ് ആണ് ഓൾറെഡി. അപ്പം നമുക്കൊരു ഫൗണ്ടേഷൻ എഫക്റ്റും കിട്ടും ഫേസിലിട്ട് കഴിഞ്ഞാൽ. പിന്നെ നല്ല പ്രൊട്ടക്ഷനാണ്, 50+ ആണ്. പിന്നെ കാരണം ഞാൻ വാങ്ങിയത് സാൻഡ് ഷെയ്ഡ് 08 ആണ് ഇത് ഞാൻ വാങ്ങിയത്. എനിക്ക് ഭയങ്കര നല്ലൊരു സൺസ്ക്രീനായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ അങ്ങനെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആളല്ല, എനിക്കിഷ്ടമല്ല ടിൻറ്റഡ് സൺസ്ക്രീൻ അധികം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമുക്കൊരു കേക്ക് ഫീലോ ഒന്നും തരത്തില്ല. അല്ലെങ്കിൽ നമ്മളത് ഇട്ട് കഴിയുമ്പം ഉണ്ടല്ലോ, ഈ ടിൻറ്റഡ് ആകുമ്പോൾ ചില സമയത്ത് ഭയങ്കര സ്കിന്നിൻ്റെ കളറിനെ വേറൊരു രീതിയിലേക്ക് ഡള്ളാക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ എല്ലാം തന്നെ നല്ല സൺസ്ക്രീൻ. ഞാൻ അതിൻ്റെ ഒരു ഹൈഡ്രേഷൻ ബ്ലൂ കളർ ബോട്ടിൽ, അതായത് എനിക്ക് തോന്നുന്നു ക്യൂക്കമ്പറിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ വൈറ്റമിൻ സിയുടെ ഒരു യെല്ലോ ബോട്ടിൽ, ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വളരെ ഇഷ്ടം. തീർന്നു പോയി, ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിയതായതുകൊണ്ട് അത് തീർന്നു പോയി. ഇത് ഞാൻ പ്രൊമോഷനായിട്ട് പറയുന്നതൊന്നുമല്ല കേട്ടോ. ഡോട്ട് ആൻഡ് കീ നാട്ടിൽ കിട്ടുന്നതാണ്. ഞാൻ ഇവിടുത്തെ സൺസ്ക്രീനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റർ പറഞ്ഞത് നല്ല സൺസ്ക്രീനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. വളരെ നല്ല സൺസ്ക്രീനാണ് കേട്ടോ. ആർക്കെങ്കിലും നാട്ടിൽ വാങ്ങണമെങ്കിൽ വാങ്ങി നോക്കാം. ഇവിടെ കിട്ടത്തില്ല. ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഫ്രണ്ട്സിന് വാങ്ങണമെങ്കിൽ ഇത് നാട്ടിൽ മേടിക്കാം. നാട്ടിൽ ഇവരെ സൈറ്റിൽ നോക്കി വളരെ വിലക്കുറവാണ്. അല്ലെങ്കിൽ ആമസോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇവിടുത്തെ eBay വഴി മേടിക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ ഇച്ചിരി പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലെ നാട്ടിൽ ആരെങ്കിലും അയച്ചു തരാനുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചാൽ ഇത് അയച്ചു തന്നാൽ നമുക്കിവിടെ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് കിട്ടത്തില്ല ഇത്. നാട്ടിലുള്ളവർക്കിത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എൻ്റെ കുറച്ച് സൺസ്ക്രീൻ അല്ലാത്തതുകൊണ്ട് ഇവിടുത്തേതും ഉണ്ട്. പക്ഷേ ഇതും നല്ലൊരു ഇത്രയും ചീപ്പായിട്ട് വിലക്കുറവ്. കാരണം നമ്മുടെ ഇവിടെ സൺസ്ക്രീനൊക്കെ ഭയങ്കര വില കൂടിയ സൺസ്ക്രീനുകളാണ്. പക്ഷെ ഞാൻ ഇത്രയും വില കുറഞ്ഞൊരു, എന്ന് വെച്ചാൽ ഒത്തിരി വിലക്കുറവെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് വിലക്കുറവാണ്. പക്ഷേ എനിക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടി. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ കിട്ടി. സണ്ണിൻ്റെ ഇവിടെ ഇപ്പോൾ നല്ല സമ്മറിൻ്റെ ടൈം ആയിട്ട് പോലും എക്സ്ട്രീം ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയതായിട്ട് തോന്നി. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഇത് വാങ്ങി നോക്കാം. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സ് കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യുക. ഇതാണ് എൻ്റെ ഈ ഫേവറേറ്റ് മന്ത് പ്രൊഡക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ അത് എൻ്റെ വീഡിയോകൾ കൂടുതൽ നല്ലതാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ശ്രമിക്കാം. ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എല്ലാ ദിവസങ്ങളൊന്നും വീഡിയോ ഇടാൻ പറ്റാത്തത്. പക്ഷെ കഴിയുന്ന അത്രയും സമയം ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളാണെങ്കിലും ഞാൻ ഇടാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.